ജാസ്മിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പ് സാർ എന്നോടൊരു വാക്ക് ചോദിക്കണമായിരുന്നു. പാർവതി എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ ജാസ്മിനെ കൂട്ടിക്കൊണ്ടുവന്നത് തെറ്റായി പോയെന്നാണോ പാർവതി പറയുന്നത്? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പിന്നെ പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത്? പാർവതി പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ജാസ്മിനെ കൂട്ടിക്കൊണ്ടുവന്നത് തെറ്റായി പോയെന്നാ എനിക്ക് തോന്നിയത്. അയ്യോ, സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാ. ഞാൻ സാറിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല അങ്ങനെ പറഞ്ഞത്. പിന്നെന്താ പാർവതിയുടെ മനസ്സില്? അത് വ്യക്തമായി പറയൂ. അല്ല, ജാസ്മിൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് സാറിന് അറിയാലോ. അതുകൊണ്ട് ജാസ്മിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത വേണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുമായിരുന്നു. ജാസ്മിൻ കാരണം അവളുമായി ഒരു വിവാഹത്തിന്റെ ഘട്ടം വരെ സാറിന് പോകേണ്ടി വന്നു. അതൊന്നും മറക്കരുതെന്ന് ഞാൻ പറയുകയായിരുന്നു. അതൊക്കെ ഞാൻ മറക്കുമോ പാർവതി? ജാസ്മിനെ വിവാഹം കഴിച്ചേ മതിയാവുന്ന സിറ്റുവേഷനിൽ ഞാൻ അനുഭവിച്ച പ്രയാസം അതെനിക്ക് മാത്രമേ അറിയൂ. നരകത്തിൽ അകപ്പെട്ടതുപോലെയായിരുന്നു ഞാൻ അവിടെ നിന്ന് ഒരുങ്ങിയത്. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുതെന്ന പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. ഞാൻ അതൊക്കെ മറക്കും. ജാസ്മിൻ ഇനി ഈ വീട്ടിൽ തുടർന്നോ അവള് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന് സാറ് കരുതുന്നുണ്ടോ? പാർവതി, ഞാനിപ്പോ ചെയ്തത് മനുഷ്യത്വപരമായ ഒരു പ്രവൃത്തിയാണ്. ജാസ്മിനല്ല, ജാസ്മിന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഞാൻ ഇതൊക്കെ തന്നെയാവും ചെയ്യുക. ജാസ്മിന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവളുടെ ആരോഗ്യം വളരെ മോശം. ഡോക്ടർ അതെന്നോട് പറഞ്ഞത്. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ജാസ്മിനെ ഞാൻ എന്ത് ചെയ്യണം? അവളെ തനിച്ച ആശുപത്രിയിൽ ഉപേക്ഷിച്ച് വരാൻ പറ്റുമോ? എനിക്കതിന് സാധിക്കുമായിരുന്നില്ല. അതിന് മനസ്സനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ജാസ്മിനെയും കൂട്ടി ഇങ്ങോട്ട് പോകുന്നത്. സത്യത്തിൽ ജാസ്മിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ തൻ്റെ അഭിപ്രായം ചോദിക്കണമെന്ന് എനിക്കും ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ കരുതി എന്നെക്കാളും മനസ്സരിവുള്ള ആളാണ് താനെന്ന്. ജാസ്മിനും താനും തമ്മിൽ വിരോധമുണ്ടെങ്കിലും ജാസ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജാസ്മിനെ കാണുമ്പോൾ, അവളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുമ്പോൾ തൻ്റെ ഉള്ളലിയോന്ന് എനിക്കറിയാമായിരുന്നു. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതെ, ഒരു പരിധിവരെ ശരിയാണ്. ഈ സ്ഥിതിയിൽ വിശാൽ സാർ അവളെ ഉപേക്ഷിച്ച് പോരാത്തത് തന്നെയാണ് ശരി. എങ്കിലും അവളെ സൂക്ഷിക്കണം സാർ. ആരെങ്കിലും അവളെ ശുശ്രൂഷിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്യാം. പക്ഷേ അത് ഇവിടെ ഈ വീട്ടിൽ വെച്ച് പറ്റില്ല. പിന്നെ പിന്നെ എവിടെ വെച്ച്? നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് അവളെ ശുശ്രൂഷിക്കാം. ഞാൻ അവളുടെ കൂടെ തന്നെ നിൽക്കാം. അവൾ അമേരിക്കയിലേക്ക് തിരികെ പോകും വരെ അവൾക്കൊപ്പം എല്ലായ്പ്പോഴും ഞാനുണ്ടാവും. അതെ, അതാണ് പാർവതിയുടെ തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാൻ ഈ വിവരെ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാം.